അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ എന്ത് സാധനമാണെന്നറിയോ? വഴുതനങ്ങ തീയലാണ്. വഴുതനങ്ങ ഉള്ളി. അപ്പോൾ എൻ്റെ അടുത്ത് മറ്റേ വഴുതനങ്ങ കുറച്ചുള്ളു, ഒരു പച്ച വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ വെക്കണേ. പിന്നെ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാട്ടിയെടുക്കണം. അത് നല്ലപോലെ വാടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അതിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ തേങ്ങയിൽ ഒന്നും ചേർക്കണ്ട, വെറുതെ തേങ്ങ മാത്രം വറുത്താൽ മതി. ലാസ്റ്റ് തേങ്ങ മുരിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം കേട്ടോ. പിന്നെ പുളിയും വേണം. തീയലിനൊക്കെ പുളി അത്യാവശ്യമാണല്ലോ, പുളിയില്ലാതെ തീയൽ വെക്കില്ലല്ലോ. അപ്പോൾ പുളി കുറച്ച് വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കുതിർന്നൊക്കെ ഇരിക്കും. അപ്പോൾ എൻ്റെ വഴുതനങ്ങ ഒരുവിധം വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൂട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. തേങ്ങ വറുത്ത് നല്ല മുരിഞ്ഞ് കിട്ടണം കേട്ടോ. പക്ഷെ തേങ്ങ വറുക്കുമ്പോൾ കരിഞ്ഞും പോവാതെ നോക്കണേ. ലാസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഞാൻ ആദ്യം ഇട്ടോ വഴുതനങ്ങ തീയൽ വെക്കണേ. ഞങ്ങൾ സാധാ വഴുതനങ്ങ വാട്ടിയെടുക്കാറ്, പിന്നെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇന്നാൾ വഴുതനങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മറ്റേ അൽഫാം ഇല്ലേ, ആ ഒരു ടേസ്റ്റും ചൊവയൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇന്ന് വഴുതനങ്ങ തീയലാണ് ഉണ്ടാക്കണേ. അപ്പോൾ തീയൽ വെക്കാനുള്ള വഴുതനങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തേങ്ങ നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് അരപ്പതി ചേർത്ത്, പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതൊന്ന് തിളക്കണം കേട്ടോ നല്ലോണം. ഞാനപ്പോൾ പുളിവെള്ളത്തിലാണ് വേവിച്ചത് കേട്ടോ. നിങ്ങൾക്ക് സാധാ വെള്ളത്തിൽ വേണം വേവിക്കുക, അല്ലെങ്കിൽ കുക്കറിലിട്ട് ഒരു ഒറ്റ വിസിലടിച്ചെടുക്കുക, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിത് ആ ചട്ടിയിൽ തന്നെ ഇട്ട് അങ്ങ് വേവിക്കുകയാണ് ചെയ്തത്, ആ പുളിവെള്ളം ഒഴിച്ച്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങൾക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് വേഗം വെന്ത് കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ അരച്ചിട്ടാൽ മാത്രം മതി. തേങ്ങ അരച്ചിട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് പൊട്ടിക്കണം. മുളകും കടുകും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തീയൽ റെഡിയായി. അപ്പോൾ എല്ലാവരും തീയൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്. അടിച്ചു കൂട്ടി ചോറായാലും ചപ്പാത്തി ആയാലും എന്ത് ഫുഡ് കഴിക്കാനായാലും നല്ല അടിപ്പൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് വഴുതനങ്ങ തീയൽ ഉണ്ടാക്കണേ പോലും എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് കഴിച്ചിട്ടുണ്ട്, പണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കുമ്പോൾ വഴുതനങ്ങ തീയൽ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വെക്കണേ. സാധാരണ ഞങ്ങൾ മറ്റേ വഴുതനങ്ങ വാട്ടിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ തീയൽ എല്ലാവരും വെച്ച് നോക്കണം, നല്ല അടിപ്പൻ ടേസ്റ്റാട്ടോ. ഇതുകൂടി ചോറും ചപ്പാത്തിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണേ. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായി വഴുതനങ്ങ തീയൽ. ഇനിയിപ്പോൾ നിങ്ങളെ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം.